ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് ടവറാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് തേർഡ് പാർട്ടിയുടെ നേരെ ടവറിൻ്റെ കാർഡ് പറയുന്നത്. ഒത്തിരി ആൾക്കാർക്ക് റീയൂണിയൻ സാധ്യമാകുന്നതാണ്. ഇവിടെ പോസിറ്റിവിറ്റി, അബണ്ടൻസ് ഇതെല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഡെസ്റ്റൈൻ എനർജിയാണ് ഇത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് കൂടെ 100% റെസണേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഡെസ്റ്റൈൻ കണക്ഷൻ ആണ് എങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും യൂണിയൻ ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ദൂരെ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് ആരാണോ വേദനകൾ കൊടുക്കുന്ന അവരിൽ നിന്ന് ദൂരെ പോകുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ആരൊക്കെയാണോ വേദനിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ആയിട്ടുള്ള എല്ലാ ആൾക്കാരിൽ നിന്ന് ദൂരെ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സിറ്റുവേഷൻ എന്താക്കിയിട്ട് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവർ ഇപ്പോൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരുമായിട്ട് ഒരു സമാധാനമായിട്ടുള്ള എനർജിയിലല്ല ഇവർ ഉള്ളത്. എപ്പോഴും വഴക്ക്, എപ്പോഴും വിഷമം, വേദനകൾ അതൊക്കെ മാത്രമാണ് അവിടെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർക്ക് സമാധാനം കിട്ടുന്ന എനർജിയിലേക്ക് മാറുവാനാണ് ഇവർ നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രമാത്രം സ്ട്രെങ്ത് ശേഖരിക്കുന്നതാണ്. ആ ഒരു സ്ട്രെങ്ത് ശേഖരിച്ചിട്ട് ഇവർ ഈ ഒരു ജയിലിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു ജയിലാണ്. എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് ആ ജയിലിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജി ഒന്നും കിട്ടുന്നില്ല. നിങ്ങളിൽ നിന്ന് മാത്രമേ ആ ഒരു സമാധാനം, പോസിറ്റീവ് എനർജിയും കിട്ടുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാനാണ് നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഫാമിലിയുടെ ബൗണ്ടറീസോ അല്ല എങ്കിൽ സമൂഹത്തിൻ്റെ ബൗണ്ടറീസോ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ്റെ ബൗണ്ടറീസോ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ അതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ കറീജിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തായിരിക്കും പുറത്തു വരുന്നത്. ചില ആൾക്കാരെ ഇവർ ലെറ്റ് ഗോ ചെയ്യുകയാണ്. അതായത് ഇവരുടെ കൂടെ ആരൊക്കെയാണ് മോശം ചെയ്തത് അവർക്കൊക്കെ ഇവർ ഫോർഗീവിൻ്റെ ആ എനർജിയിലാണ്. ലെറ്റ് ഗോ ചെയ്യുകയാണ്. കുഴപ്പമില്ല, സാരമില്ല എന്നുള്ള രീതിയിൽ ഫോർഗീവ് ചെയ്യുകയാണ്. ഇവർ ഒരിക്കലും ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു മൂഡിലല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഇവർക്ക് ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഫോർഗീവ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് തോന്നും ഇവരുടെ സ്വന്തക്കാരല്ലേ ഇവരോട് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് കളയാം അവരോട് എന്നുള്ള രീതിയിൽ ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ടുള്ള 2 സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇതിലേതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ വേണ്ടി. ഇനി ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നാണ് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നിന്ന് മാറുവാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട്, ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ചെയ്യുക. അതായത് നല്ല ഒരു ടാരോ റീഡറെ കൊണ്ട് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും എന്തൊക്കെ ബ്ലോക്കേജസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഇല്ല എങ്കിൽ നിങ്ങളാണ് ഇവിടെ ലൈഫിലെ തേർഡ് പാർട്ടി, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എനർജിയാണ് ഞാൻ പറയുന്നത്.
ഇവിടെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത് എങ്കിൽ നിങ്ങളപ്പോൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ 4 അവർ അല്ലെങ്കിൽ 4 ഡേയ്സിനുള്ളിൽ ഈ ഒരു നെഗറ്റീവ് എനർജി അവർക്ക് എഫക്റ്റ് ആവുമെന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലോ അവിടെ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി പുറത്ത് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഈ ഒരു എനർജി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് ആയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 4 അവേഴ്സ് അല്ലെങ്കിൽ 4 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും അവസാനിപ്പിച്ചിട്ട് അവർ നിങ്ങളെ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു എനർജി, അതായത് ആ ഒരു എനർജി നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് 4 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നു, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്നു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആകുന്നു, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവർ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 4 ദിവസം നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 4 ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുവാനോ ഒന്നിനും പോകരുത്. ആവശ്യമില്ലാതെ അവരോട് ആർഗ്യുമെൻറ്റിനോ വഴക്കിടാനോ പോകരുത്. എല്ലാം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ അവരോട് സംസാരിക്കുവാനായിട്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ നോക്കുക. എസ്പെഷ്യലി അവരുടെ ഫാമിലിയെക്കുറിച്ച് ഒന്നും മോശമായിട്ട് നിങ്ങൾ പറയാൻ പോകരുത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന 30 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ പ്രോബ്ലംസും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ കൂടുതൽ ആൾക്കാർക്കും 396 369 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. 911 കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആകുന്നതായിട്ടും പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ജസ്റ്റിസിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളുടെ നേർക്ക് ന്യായം തരുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ സോളാർ പ്ലക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹീലാക്കുക. നിങ്ങൾ ഹീലിംഗ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണ് ഹീലിംഗ് കിട്ടുകയുള്ളൂ. അല്ലാതെ അവർക്ക് വേണ്ടി അവർ ഒരിക്കലും ഹീൽ ചെയ്യത്തില്ല. നിങ്ങൾ സോളാർ പ്ലക്സിസ് ചക്ര ഹീലാക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവ് ആകും. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെ ഓരോന്നും നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ എൻഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ ടവർ സിറ്റുവേഷൻസ് ആണോ ഉള്ളത് അതെല്ലാം അവസാനിക്കുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞു ഇവരുടെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരുന്നതാണ്. ഒന്നുമില്ലെങ്കിലും ഹായ് ഹലോ എന്നുള്ള മെസ്സേജെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണോ കോണ്ടാക്റ്റിൽ ഇല്ലാത്തത് അവർക്ക് വരാൻ പോകുന്ന 3 ദിവസം വളരെ നല്ലതായിരിക്കും. ആരൊക്കെയാണോ കോണ്ടാക്റ്റിലുള്ളത് അവർക്ക് വരാൻ പോകുന്ന 4 ദിവസം വളരെ ഹെവി ആയിരിക്കുമെന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒന്നിനെയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കലിൽ ലെറ്റ് ഗോ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കുറച്ച് മൗനമായിട്ടിരിക്കുവാൻ ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒന്നിനും വളരെ വലുതായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.
കുറേ ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ സംഭവിക്കാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ എന്തെങ്കിലും തെറ്റ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് മാപ്പ് കൊടുക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ചില ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് എന്തെങ്കിലും രഹസ്യം നിങ്ങളുടെ മുന്നിൽ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവർ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും സൈനിലൂടെയോ ഏതെങ്കിലും മാധ്യമത്തിലൂടെയോ ഏഞ്ചൽസ് നിങ്ങളെ എപ്പോഴും ഗൈഡ് ചെയ്യുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.